ഹലോ, സരിത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ സഞ്ജിത്ത് എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ഷവർമ ഓർഡർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷവർമ ഓർഡറൊന്നും ചെയ്ത് തരത്തില്ല, നീ ഇപ്പം അങ്ങനെ കഴിക്കൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് പിണങ്ങിയൊക്കെ പോയിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് വീട്ടിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ബോൺലെസ്സൊക്കെ ആക്കി എടുത്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു വീട്ടിൽ, ക്യാരറ്റും ക്യാബേജും തക്കാളിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സവോള എല്ലാം കൂടി എടുത്തിട്ട് ഞാനങ്ങ് നമ്മുടെ വെജിറ്റബിൾ കട്ടറിലൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ ക്യാബേജ് വളരെയധികം മോശപ്പെട്ട ഇതിലായിരുന്നു. പിന്നെ അതിനെ ഞാൻ പൊളിച്ച് ഒരു പരുവാക്കി അതിൻ്റെ ലാസ്റ്റ് ഉള്ള ഒരു പോർഷൻ മാത്രമാണ് എനിക്ക് കിട്ടിയത്. കാരണം അത് കുറച്ച് ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അത് അവസാനം ഇതിന് തന്നെയാണ് ഉപയോഗപ്പെട്ടത്. അപ്പോൾ കുറച്ച് ഒരു 4-5 മുളകും ക്യാബേജും എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ചിക്കൻ കുറച്ച് നേരത്തേക്ക് ഞാനത് ബോൺലെസ് എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനെ പിന്നീടാണ് ഞാൻ എടുത്തത് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തത്. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഞാനൊരിടത്ത് ഇങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് ഒരു നല്ല ഡീപ്പ് ഫ്രൈ അല്ലാതെ എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് ഞാനത് മുരിച്ചെടുത്തു. അപ്പോൾ ചപ്പാത്തി ഇല്ലായിരുന്നു കടയിൽ, അപ്പം പൊറോട്ട മാത്രമേ കിട്ടിയുള്ളൂ അവിടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിയിൽ ഇതുണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇറ്റാലിയൻ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ചിക്കൻ ഫ്രൈയിൽ ഇട്ടത്, ജസ്റ്റ് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചിരുന്ന ക്യാബേജും തക്കാളിയും പച്ചമുളകും കുറച്ച് സോസും എല്ലാം കൂടി ഇട്ട് നല്ല കൊത്ത് പൊറോട്ട പോലെ ഞാൻ അതിനെ ഇടിച്ച് പിഴിഞ്ഞ് എടുത്തു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയുടെ മുകളിൽ കുറച്ച് മയോണൈസും കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട്, കുറച്ച് മയോണൈസേ എടുത്തിട്ടുള്ളൂ ഞാൻ, വൈറ്റ് മയോണൈസല്ല എടുത്ത്, വെജിൻ്റെ മയോണൈസാണ് എടുത്തിട്ടുള്ളൂ. അത് സ്റ്റഫ് ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോൾ സഞ്ജിത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അമ്മ ഷവർമ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. വളരെ ടേസ്റ്റിയോട് കൂടിയിട്ട് അവൻ തിന്നുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അമ്മ കടയിലുണ്ടാക്കും പോലത്തെ അതേ ടേസ്റ്റൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി, അവനും ഹാപ്പി ആയിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ ബൈ.